നമുക്ക് രോഗശാന്തി എന്നുള്ള വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇതുവരെയും വചനം കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം അറിയിക്കുന്നു. രോഗശാന്തി നാം എല്ലാവരും എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. രോഗത്തിൽ നിന്ന് മോചനം പ്രാപിക്കുക. അതിനുവേണ്ടി ചികിത്സകളും പ്രാർത്ഥനകളും എല്ലാം നാം ദിനംപ്രതി ചെയ്യുന്നു. ഒരു സന്തോഷപൂർണമായ ജീവിതത്തിനു വേണ്ടി മനുഷ്യൻ്റെ ആഗ്രഹം, അതിനെല്ലാം ദൈവത്തിൻ്റെ വചനം നമുക്ക് വളരെ സഹായകരം ആയിരിക്കുന്നു എന്നുള്ളത് വലിയ ഒരു അനുഗ്രഹം തന്നെയാണ്. വിശുദ്ധ വേദപുസ്തകം പല ആത്മീക വരങ്ങളെക്കുറിച്ചും നമുക്ക് അറിവ് തരുന്നു. ആദിമ സഭയിൽ അപ്പോസ്തലന്മാരുടെ കാലം മുതൽ രോഗശാന്തിവരം, വിവിധ ഭാഷാവരം, അത്ഭുതങ്ങൾ ചെയ്യുവാനുള്ള വരം, അങ്ങനെ പലവിധ കാര്യങ്ങളിൽ പ്രത്യേക കൃപ ലഭിച്ചവർ ഉണ്ടായിരുന്നു. അതിനാൽ ചുരുക്കം പേർക്കൊക്കെ സൗഖ്യം പ്രാപിക്കുവാനും ഇടയായിട്ടുണ്ട്. മനുഷ്യരാശി പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും ഫലമായി രോഗം, ദുഃഖം, മരണം എന്നീ സംഭവങ്ങളിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുക. അതിനൊക്കെ ഒരു ആശ്വാസം നൽകുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. പലരും ഈ രോഗശാന്തിയെക്കുറിച്ചുള്ള വ്യക്തമായ അറിവില്ലാത്തതിൻ്റെ പേരിൽ പല വിശ്വാസികളും അസുഖങ്ങൾ എത്ര മാരകമായിരുന്നാലും ചികിത്സ ചെയ്യാതെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അവസാനം അവർ അകാലത്തിൽ മരിച്ചു പോകുന്നു. മരുന്നുകൊണ്ട് മാറ്റാവുന്ന രോഗം ആണെങ്കിലും അത് മരുന്ന് ചെയ്യുന്നില്ല. പകരം തനിച്ചും കൂട്ടമായിട്ടുമുള്ള പ്രാർത്ഥന, സഭയിലെ പാസ്റ്റർമാരെയും മൂപ്പന്മാരെയും വിളിച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെ ആ രോഗി അകാലത്തിൽ മരണമടയും. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നാം ഇന്ന് പല ക്രൈസ്തവ മതവിഭാഗങ്ങളുടെ ഇടയിലും കണ്ടും അറിഞ്ഞുമിരിക്കുന്ന വസ്തുതകളാണ്. ഇപ്പോൾ വിശുദ്ധ വേദപുസ്തകം ഏതുവിധം രോഗശാന്തിയെക്കുറിച്ചാണ് വ്യക്തമായി പ്രതിപാദിക്കുന്നതെന്ന് ചിന്തിക്കുവാൻ വേണ്ടിയാണ് നാം ഇന്ന് ഈ വീഡിയോയിൽ കൂടി ഉദ്ദേശിക്കുന്നത്. വരങ്ങളെല്ലാം ഒരു പ്രത്യേക കാലത്തേക്ക് മാത്രം ദൈവം അനുവദിച്ചിട്ടുള്ളതാണ്. അതൊരു പ്രത്യേക കാലഘട്ടത്തിന് ശേഷം അവസാനിക്കുകയും പിന്നീട് വരുന്ന വിശ്വാസികൾക്കൊന്നും ഈ വരങ്ങൾ ഉള്ളതായിട്ടോ അത് പ്രവർത്തിക്കുന്നതായിട്ടോ നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടില്ല. യേശുക്രിസ്തുവും ശിഷ്യന്മാരും ചെയ്തിരുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ഒന്നാം നൂറ്റാണ്ടിന് ശേഷം ആരും അതുപോലെയുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തതായിട്ട് വേദപുസ്തകം പറയുന്നില്ല. ഈ രോഗശാന്തിവരം, മറ്റുള്ള വരങ്ങളെല്ലാം അടിസ്ഥാനമായി നൽകിയിരിക്കുന്നത് 12 അപ്പോസ്തലന്മാർ. ആ ഒരു വസ്തുത മനസ്സിലാക്കാതെ ഇന്നും പല ഉപദേഷ്ടാക്കളും ആ വരങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ടെന്നുള്ള ഒരു ചിന്തയിൽ
മറ്റുള്ളവരെ ചികിത്സ ചെയ്യാൻ പോലും അനുവദിക്കാതെ പോകും. പല വിഷയങ്ങളിലും പല പ്രസ്ഥാനങ്ങൾക്ക് പല അഭിപ്രായമാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ രോഗശാന്തിയെക്കുറിച്ച്, എന്ത് രോഗത്തെക്കുറിച്ചാണ് പറയുന്നതെന്ന് യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ രോഗം എന്താണ്, അതിനുള്ള മരുന്നെന്താണ് എന്ന് യാക്കോബ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്ന വാക്യങ്ങളാണ്. ആ വാക്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. നിങ്ങളിൽ കഷ്ടമനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ. നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പനെ വരുത്തട്ടെ. അവർ കർത്താവിൻ്റെ നാമത്തിൽ എണ്ണ പൂശി അവനു വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവനു വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. സഹോദരന്മാരെ, നിങ്ങളിൽ ഒരുവൻ സത്യം വിട്ട് തെറ്റിപ്പോവുകയും അവനെ ഒരുവൻ തിരിച്ചു വരുത്തുകയും ചെയ്താൽ പാപിയെ നേർവഴിക്കാക്കുന്നവൻ അവൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും പാപങ്ങളുടെ ബഹുത്വം മറയ്ക്കുകയും ചെയ്യും എന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ. അപ്പം ഇവിടെ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ എന്നാണ്. അപ്പം എന്ത് രോഗമാണ് ഇവിടെ ബാധിച്ചിരിക്കുന്നത്? ആത്മീയ രോഗമാണ് ബാധിച്ചിരിക്കുന്നത്. ഒരു ക്രൈസ്തവ വിശ്വാസിയായ ഒരു സഹോദരൻ സാഹചര്യത്തിൻ്റെ പേരിൽ ചിലപ്പോൾ വിശ്വാസത്തിൽ നിന്ന് തെറ്റിപ്പോകും. അങ്ങനെ തെറ്റിപ്പോകുന്ന ആളെ ദീനം ബാധിച്ചവനെന്നാണ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. അത് മറ്റുള്ള ക്യാൻസറോ അതുപോലെയുള്ള എയ്ഡ്സോ ഇങ്ങനെയുള്ള രോഗങ്ങളല്ല. അങ്ങനെയാണെങ്കിൽ ഡോക്ടറെ വരുത്തട്ടെ എന്നാണ് പറയേണ്ടത്. ഇവിടെ പറയുന്നത് സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ എന്നാണ്. അപ്പം ഇവിടെ പറയുന്ന രോഗം വിശ്വാസ സംബന്ധമായും ആത്മീയമായിട്ടും വരുന്ന രോഗമാണ്. വിശ്വാസി അധപ്പതിക്കുന്നതിൻ്റെ ചിത്രമാണ് ഇവിടെ പറയുന്നത്. അപ്പം സഭയിലെ മൂപ്പന്മാരെ വരുത്തുക. അവർ കർത്താവിൻ്റെ നാമത്തിൽ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ എണ്ണ പൂശി എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിൻ്റെ വചനത്താൽ ആ മനുഷ്യനെ ഉപദേശിച്ച് നേരെയാക്കുക എന്നാണ് സഭയിലെ മൂപ്പന്മാർ ചെയ്യേണ്ടത്. എന്നാൽ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ആ സത്യം വിട്ട് തെറ്റിപ്പോയ ഒരു ആളെ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥനയിൽ കൂടി ആ സത്യത്തിലേക്കോ വിശ്വാസത്തിലേക്കും തിരിച്ചു വരുത്തുവാൻ കഴിയും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. അപ്പം ഏതാ രോഗം? പാപമാണ്. നമുക്ക് ബാധിക്കുന്ന മറ്റ് ശാരീരിക രോഗങ്ങളെക്കുറിച്ചല്ല, ഇത് മാനസികമായി വരുന്ന രോഗം വിശ്വാസത്തിൻ്റെ പേരിൽ. അപ്പം പലരും ഈ വേദഭാഗങ്ങളെ തെറ്റിദ്ധരിച്ചുകൊണ്ട് നമുക്ക് വരുന്ന രോഗങ്ങൾക്ക് ചികിത്സ ചെയ്യാതെ കർത്താവിനോട് പ്രാർത്ഥിച്ച് രോഗം സൗഖ്യമാകും എന്നുള്ള ആശയത്തിൽ ഇരുന്നുകൊണ്ട് മരണപ്പെട്ടു പോകും. അപ്പം അതുകൊണ്ട് നാം ഈ ഭാഗം എന്താണ് പറയുന്നതെന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ
പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവനു വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കട്ടെ. രണ്ട് സഹോദരന്മാർ തമ്മിൽ വഴക്കുണ്ടായിരുന്നിരിക്കട്ടെ. അപ്പോൾ അവർ തമ്മിൽ മാനസികമായി അകൽച്ചയുണ്ടാവും. ഈ അകൽച്ച രണ്ടുപേർക്കും ആ ആത്മീയ കാര്യങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാനുള്ള അവസരമായിട്ട് ചിലപ്പോൾ തീരും. അപ്പോൾ സഭയുടെ അധ്യക്ഷന്മാർ വന്ന് ഈ ഇരു കക്ഷികളെയും കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിച്ച് ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിരപ്പാക്കും. അങ്ങനെ നിരപ്പായി കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ രോഗം മാറും. അങ്ങനെ വീണ്ടും വിശ്വാസത്തിലേക്ക് മടങ്ങി വരുവാൻ കഴിയും. അതാണ് നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നത്. അപ്പം ഇതിനൊരു ഉദാഹരണമാണ് അപ്പോസ്തലൻ പറയുന്നത്. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. ഏലിയാവിൻ്റെ കാലത്ത്, ആഹാബ് രാജാവായിരുന്ന കാലത്ത് ഏലിയാവ് ഇസ്രായേലിൻ്റെ പ്രവാചകനായി. അപ്പോൾ യഹൂദന്മാരെ ബാലിൻ്റെ ദൈവങ്ങൾ, യഹൂദന്മാരുടെ ദൈവം, ഇങ്ങനെയുള്ള വ്യത്യാസം അവിടെ നിലനിന്നിരുന്നു. ഏലിയാവ് ബാലിനും ആഹാബിനും വിരോധമായി സംസാരിച്ചു. ഏലിയാവിനെ കൊന്നുകളയാനായിട്ട് ആഹാബ് പ്ലാനിട്ടു. അപ്പോൾ ആ ഏലിയാവ് തൻ്റെ ആ മനസ്സിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ആ കോപത്തിൻ്റെ പേരിൽ പറഞ്ഞു, ഞാൻ പറയാതെ ഈ ആണ്ടുകളിൽ ഇവിടെ മഴ പെയ്യേ. അങ്ങനെ 3.5 വർഷം അവിടെ മഴ പെയ്തില്ല. ദേശത്ത് കഠിന ക്ഷാമമുണ്ടായി. അത് കഴിഞ്ഞ് ഏലിയാവ് പിന്നെ പ്രാർത്ഥിക്കുന്നു. ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ വീണ്ടും മഴ പെയ്തു. അപ്പോൾ ചില കാര്യങ്ങളിൽ നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം, യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹം, അപ്പോൾ അത് ഏത് വിഷയത്തിലാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയാണ് നമുക്കതിൻ്റെ ഉത്തരം കിട്ടുന്നത്. ഇപ്പോൾ പ്രാർത്ഥന കൊണ്ട് രോഗം മാറ്റാമെങ്കിൽ എല്ലാ മനുഷ്യർക്കും അത് ബാധകമാകണം. സകല മനുഷ്യരുടെയും രോഗങ്ങൾ പ്രാർത്ഥന കൊണ്ട് മാറ്റണം. അതല്ലെങ്കിൽ എന്താ കുഴപ്പം? ദൈവം ചിലർക്ക് വേണ്ടി രോഗം മാറ്റിക്കൊടുക്കുന്നു, മുടന്ത് മാറ്റുന്നു, കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു. അങ്ങനെ ദൈവം തന്നെ ഒരു പക്ഷാഭേദം ചെയ്യുന്നതായിട്ട് മനുഷ്യർക്ക് തോന്നും. യേശുക്രിസ്തുവിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന, ശിഷ്യന്മാരുടെ കാലത്ത് ജീവിച്ചിരുന്ന മുഴുവൻ ആളുകൾക്കും രോഗശാന്തി കൊടുത്തോ? കണ്ണിന് കാഴ്ച കൊടുത്തോ? മുടന്ത് മാറ്റിക്കൊടുത്തോ? മരിച്ചവരെ ഉയർപ്പിച്ചോ? ഇല്ല. ഇതൊക്കെ ചെയ്തത് ഇതും ഒരു അടയാളത്തിന് വേണ്ടി ചെയ്തതാണ്. വളരെ എണ്ണപ്പെട്ട ആളുകളെ മാത്രം. ഇതെല്ലാം ഭാവിയിൽ വരുവാനിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ മനുഷ്യർക്ക് നൽകാൻ വേണ്ടിയാണ് ആ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തത്. ഇപ്പോൾ 19-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? സഹോദരന്മാരെ, മുകളിൽ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു സംഗ്രഹമാണ് 19ഉം 20ഉം വാക്യത്തിൽ പറയുന്നത്. സഹോദരന്മാരെ, നിങ്ങളിൽ ഒരുവൻ സത്യം വിട്ട് തെറ്റിപ്പോവുകയും, ഇതാണ് രോഗം, സത്യം വിട്ട് തെറ്റിപ്പോകും. അത് വലിയ രോഗമാണ്. സത്യം വിട്ട് തെറ്റിപ്പോയാൽ ആ വ്യക്തിയെ മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ വളരെ പ്രയാസമാണ്. അങ്ങനെയുള്ള ഒരാളെ ഒരുവൻ തിരിച്ചു വരുത്തുകയും ചെയ്താൽ, ഉണ്ടോ, വിശ്വാസത്തിൽ നിന്ന് പോയാൽ. ചില ആളുകൾ ക്രിസ്തുമതം ഉപേക്ഷിച്ച് മറ്റു മതങ്ങളിലേക്ക് പോകും. അതിൻ്റെ കാരണം ചിലപ്പോൾ വ്യക്തിപരമായ എന്തെങ്കിലും വൈരാഗ്യം കൊണ്ടായിരിക്കും, അതല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചുള്ള വ്യക്തമായ അറിവില്ലായ്മ കൊണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള രോഗങ്ങൾ അത് അറിവുള്ളവർ പറഞ്ഞ് തിരുത്തി ആ മനുഷ്യനെ എണ്ണ പൂശി ആശ്വസിപ്പിച്ച് ദൈവത്തിൻ്റെ വചനം കൊണ്ട് നേരെയാക്കും.
അപ്പൊ അങ്ങനെ ചെയ്യുന്ന ആള് പാവിയെ നേർവഴിക്കാക്കുന്നവൻ, പാവിയെ ആക്കുന്നവൻ അവന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുന്നു. നീതിമാന്റെ ആ പ്രാർത്ഥന ഈ പാവിയെ മരണത്തിൽ നിന്ന് രക്ഷിക്കും. അപ്പൊ ഇവിടെ പറയുന്നു മരണം ഏതാ? നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും എത്ര നീതിമാനായി ജീവിച്ചാലും നമ്മൾ മരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഇപ്പൊ ഇവിടെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്ന പറയണം. അപ്പൊ ഇതേതാണ് ഇവിടെ അപ്പോസ്തലൻ ഉദ്ദേശിക്കുന്ന മരണം? രണ്ടാം മരണമാണ്. ക്രിസ്തുവിനെ ഉപേക്ഷിച്ച് ഒരിക്കൽ വിശ്വാസിയായിരുന്നു, ക്രിസ്തുവിനെ കുറിച്ച് പഠിക്കുകയും അറിയുകയും ചെയ്ത ഒരാള് അവിശ്വാസിയായി തീരുകയാണ്. അങ്ങനെ തീരുന്ന ഒരാള് രണ്ടാം മരണത്തിന് യോഗ്യനാണെന്ന് തെളിയിക്കുകയാണ്. അങ്ങനെ തെളിയിക്കപ്പെട്ട ഒരാള് ആ ആളെ എങ്ങനെയെങ്കിലും മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്നാൽ പാപിയെ നേർവഴിക്കാക്കുന്നവൻ അവന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിക്കുകയും പാപങ്ങളുടെ ബഹുത്വം മറയ്ക്കുകയും ചെയ്യും. എന്നാലും ആ മാനസാന്തരത്തിലേക്ക് വരുമ്പോൾ ആ പാപങ്ങളുടെ ബഹുത്വം മറയ്ക്കപ്പെടും എന്നാണ്. അപ്പൊ ഇവിടെ മുകളിൽ പറഞ്ഞ ആ ദീനമായി കിടന്ന ആള് ഇപ്പോൾ പൂർണ്ണമായ സൗഖ്യം പ്രാപിച്ചിരിക്കുക, ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തിലേക്ക് മടങ്ങി വരികയാണ്. ഇങ്ങനെ ഒരു രണ്ട് വ്യക്തികളെ കുറിച്ച് പറയുന്ന ഒരു ഭാഗം നമുക്കൊന്ന് പരിശോധിക്കാം. തിമോത്തിയോസിന്റെ ലേഖനത്തിൽ ഒരു വാക്യം അതിനെക്കുറിച്ച് പറയുന്നു. ഈ ആത്മീയ രോഗം ബാധിച്ച രണ്ടുപേരെ കുറിച്ച്. 1 തിമോത്തി 1:19. ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. ഹുമനയോസും അലക്സാണ്ടറും ഈ കൂട്ടത്തിലുള്ളവരാകുന്നു. ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞു. ആരോടുള്ള നല്ല മനസാക്ഷിയാണ്? യേശുക്രിസ്തുവിനോടും അവന്റെ പിതാവായ ദൈവത്തോടുമുള്ള വിശ്വാസം, അതാണ് നല്ല മനസാക്ഷി. ആ വിശ്വാസത്തിൽ നിലനിന്ന ഹുമനയോസും ഫിലത്തേസും അവർ വിശ്വാസം തള്ളിക്കളഞ്ഞു, നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞു. അതില് ഈ ആത്മീയ രോഗം ബാധിച്ച രണ്ടുപേരെ കുറിച്ച് അവിടെ പറയും. അപ്പൊ അങ്ങനെയുള്ള രോഗം, അത് ആ രോഗിക്ക് സൗഖ്യമാകുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ വീണ്ടും സൗഖ്യമാകാൻ കഴിയും എന്നുള്ളതാണ്. കൊരിന്ത് ലേഖനത്തിൽ ഈ രോഗത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഒന്നുകൂടെ അപ്പോസ്തലൻ വിശദീകരിക്കുന്നു. കൊരിന്ത് ലേഖനം 11-ാം അധ്യായത്തിന് 11-ന്റെ എത്രയാ വാക്യം? കൊരിന്ത് ലേഖനം 11-ന്റെ 27 മുതൽ ചില വാക്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. 1 കൊരിന്ത്യർ. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് തന്നെ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളും ആകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. ഉണ്ടോ? രോഗിയായി മരണപ്പെട്ടു പോകും. ഇത് ആദാമ്യ പാപത്തിന്റെ ഫലമായി സംഭവിക്കുന്ന രോഗത്തെക്കുറിച്ചോ മരണത്തെക്കുറിച്ചോ അല്ല. അയോഗ്യമായി അപ്പം തിന്നുക, പാനപാത്രം കുടിക്കുക.
ഇത് പെസഹായോട് ബന്ധപ്പെട്ട് അപ്പോസ്തലൻ വിശദീകരിക്കുന്ന ഭാഗമാണ്. ഒരാൾ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചു, കർത്താവിൻ്റെ തിരുവത്താഴം അതിൻ്റെ വേണ്ട സമയത്ത് ആചരിക്കുന്നു. അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞുകൂടുന്നു. അപ്പോൾ അദ്ദേഹം പിന്നീട് എന്ത് ചെയ്തു? ഇതെല്ലാം വിട്ടുകളഞ്ഞു. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് എന്ത്? അയോഗ്യമായി അപ്പം തിന്നുക, പാനപാത്രം കുടിക്കുക. അങ്ങനെ ചെയ്യുന്ന ആള് കർത്താവിൻ്റെ ശരീരവും രക്തവും നിമിത്തം കുറ്റക്കാരനാണ്. അപ്പം തിന്നുക എന്ന് പറഞ്ഞാൽ പെസഹായെക്കുറിച്ച്, പെസഹാപ്പമാണ്. ക്രിസ്തുവിൻ്റെ രക്തത്തെയാണ് ഈ മുന്തിരി ചാറ് കാണിക്കുന്നത്. അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തെയാണ് കാണിക്കുന്നത്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് ഭക്ഷിക്കാനും പാനം ചെയ്യാനും യോഗ്യത പ്രാപിക്കണമെന്നാണ്. യോഗ്യത എന്താണ്? ക്രിസ്തുയേശുവിലുള്ള വിശ്വാസവും അതിനെ തുടർന്നുള്ള നീതീകരണവുമാണ് ആ യോഗ്യത. അങ്ങനെ ആ യോഗ്യത പ്രാപിച്ച ആള് പെസഹ ആചരിക്കുന്നു. കുറെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? അത് അയോഗ്യമായി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലായിത്തീരുന്നു. അപ്പൊ അങ്ങനെ ചെയ്യുന്നവൻ ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും നിമിത്തം കുറ്റക്കാരനായിത്തീരും. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു. വിശ്വാസ സമൂഹത്തിൽ പലരും വിശ്വാസത്തിൽ ബലഹീനരാകുന്നു, രോഗം ബാധിക്കുന്നു. രോഗം ബാധിച്ച് ക്ഷീണിതനായി അവസാനം എന്ത് ചെയ്യുന്നു? നിദ്ര കൊള്ളുന്നു. വിശ്വാസം വിട്ടുപോവുകയാണ്. ആ വിശ്വാസം വിട്ടുപോകുന്നതിനെ നിദ്ര കൊള്ളുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നാം ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്ന കാര്യങ്ങൾ, അതിൻ്റെ പശ്ചാത്തലം, അത് ഏത് വിഷയത്തെയാണ് ഉൾക്കൊള്ളുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വ്യക്തമായ അറിവ് നമുക്കില്ലെങ്കിൽ പല ദോഷങ്ങളും പറ്റിപ്പോകും. പിന്നീട് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ദൈവത്തെ പരീക്ഷിക്കുന്ന ഒരവസ്ഥയിലേക്ക് ആയിപ്പോകാൻ പാടില്ല. സന്ദർഭത്തിനനുസരിച്ച് ഏത് കാര്യത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നതിലാണ് നമുക്ക് ദൈവത്തിൻ്റെ കൃപ ആവശ്യമായിരിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വിഷയം അവസാനിപ്പിക്കുക.